tan inverse 1 by root 3. Tan inverse 1 by root 3. You know, tan 30 degrees are 1 by root 3. അല്ലെങ്കിൽ tan pi by 6. Tan pi by 6 are 1 by root 3. അതുകൊണ്ട് tan inverse 1 by root 3 എന്ന് പറയുന്നത് എന്താണ്? pi by 6 ആണ്. അവിടെ നെഗറ്റീവ് വരുവാണെങ്കിൽ tan inverse minus 1 by root 3 ആണെങ്കിൽ that minus comes out minus tan inverse നിന്നും minus comes out, so minus tan inverse 1 by root 3, that is minus pi by 6. Tan inverse 1, you know, that is pi by 4. 1 ന്റെ inverse function of tan inverse 1 pi by 4 കാരണം tan pi by 4 1 ആണ്, അതുകൊണ്ട് tan inverse 1 equals pi by 4. Tan inverse minus 1 ആണെങ്കിൽ that minus comes out, minus tan inverse 1, that is minus pi by 4. Tan inverse root 3, tan 60 degrees root 3 ആണ്, അതുകൊണ്ട് tan inverse root 3 60 degrees, which is pi by 3. അപ്പോൾ tan inverse minus root 3 എന്ന് പറയുന്നത് minus tan inverse root 3, that is minus pi by 3. Tan inverse 0, tan 0 ആണ്, അതുകൊണ്ട് tan inverse 0 is 0. So this is how we find the inverse values of tan. ഇതെല്ലാം ആ നോട്ട്സിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അത് നോട്ട്സ് റെഫർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, വാട്ട് ഈസ് cot inverse 0? അത് ശ്രദ്ധിക്കണം. cot inverse 0 നിങ്ങൾക്കറിയാം, tan 90 degrees എന്ന് പറഞ്ഞാൽ sin 90 degrees by cos 90 degrees ആണ്. sin 90 1 by 0. അപ്പോൾ tan 90 degrees എന്ന് പറയുന്നത് 1 by 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ നോട്ട് ഡിഫൈൻ ചെയ്യുന്നത് by 0, ഡിവിഷൻ വിത്ത് 0 വരുന്നുണ്ട്. അപ്പോൾ tan 90 degrees അല്ലെങ്കിൽ tan pi by 2, അപ്പോൾ tan pi by 2 1 by 0. അങ്ങനെയാണെങ്കിൽ cot pi by 2 അത് 0 by 1 ആയിരിക്കും. tan ന്റെ റെസിപ്രോക്കൽ ആണ് cot. അപ്പോൾ tan pi by 2 1 by 0 ആയിരിക്കും. cot pi by 2 0 by 1 ആയിരിക്കും. അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ cot-നകത്ത് pi by 2 ഇൻപുട്ട് ചെയ്താൽ 0 കിട്ടും. തിരിച്ച് cot inverse-നകത്ത് 0 ഇൻപുട്ട് ചെയ്താൽ ഔട്ട്പുട്ട് will be what? ഔട്ട്പുട്ട് will be pi by 2. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം 2 വർഷം ഇത് എടുത്ത് ചോദിക്കുന്നു, what is cot inverse 0? The value of cot inverse 0. So cot inverse 0 equals pi by 2. ഇനി നോക്കാം. Suppose sec inverse 2 by root. ഞാൻ നേരത്തെ പറഞ്ഞു cot inverse, sec inverse, cosec inverse. ഈ 3 ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കാണാൻ വന്നാൽ നമ്മൾ അതിനെ sin inverse, cos inverse, tan inverse കൊടുക്കണം. ഇവിടെ sec inverse ആണ്. നമുക്കറിയാം sec എന്ന് പറയുന്നത് cosന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ sec inverse നമ്മൾ cos inverse-ലോട്ടാണ് മാറ്റുന്നത്. cos inverse-ലോട്ട് മാറ്റുമ്പോൾ ആ ഇൻപുട്ടിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഇവിടെ ഇൻപുട്ട് 2 by root 3 ആണ്. അപ്പോൾ cos inverse അതെന്തായി മാറും? അത് root 3 by 2 ആയി മാറും. So sec inverse 2 by root 3 equal to cos inverse root 3 by 2. This is same as നമുക്കറിയാം cos inverse root 3 by 2. cos 30 ആണ് root 3 by 2. cos 5 by 6 അത് 5 by 6 ആണ്. Okay? അല്ല, suppose sec inverse minus 2 എന്ന്
സോ നെഗറ്റീവ് ഇൻപുട്ട് വന്നാൽ ആദ്യം അതിനെ പോസിറ്റീവ് ആക്കണം. സീക്ക് ഇൻവേഴ്സ് ആണ്. സീക്ക് ഇൻവേഴ്സിൽ നെഗറ്റീവ് ഇൻപുട്ട് വന്നാൽ നമ്മൾ പൈ മൈനസ് എന്ന് എഴുതിയാണ് പോസിറ്റീവ് ആക്കുന്നത്. സോ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് 2. ഇപ്പോൾ ആ നെഗറ്റീവ് ഇൻപുട്ട് പോസിറ്റീവ് ഇൻപുട്ട് ആണ്. അതിനുശേഷമേ ഈ നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഇൻപുട്ട് ആക്കിയതിനു ശേഷമേ ഈ സീക്ക് ഇൻവേഴ്സിനെ നമ്മൾ കോസ് ഇൻവേഴ്സിലോട്ട് മാറ്റും. സോ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സ് ആക്കുമ്പോൾ ഈ 2 അതിന്റെ റെസിപ്രോക്കൽ ആണ്. 2 ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/2. സോ 5 മൈനസ് cos inverse 1/2 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 5/3. So 5 minus 5/3 which is 2π/3. And suppose cot inverse minus root 3. Cot inverse minus root 3. അപ്പോൾ cot inverse ലാർക്ക് മൈനസ് 1. cot inverse ലാർക്ക് മൈനസ് 1 ആണ്. അതിനെ പോസിറ്റീവ് ഇൻപുട്ട് ആക്കണം. അതിനെ പൈ മൈനസ് cot inverse root 3. So this is how we change the negative input in cot inverse. So pi minus cot inverse root 3. ഇനിയാണ് ഈ cot inverse നെ tan inverse ആണ്. cot theta tan ന്റെ റെസിപ്രോക്കൽ ആണ്. അതുകൊണ്ട് cot inverse നെ നമ്മൾ tan inverse ലോട്ട് മാറ്റും. അപ്പോൾ ഇതെന്തായി മാറും? അപ്പോൾ cot inverse നെ tan inverse ആക്കുമ്പോൾ ഈ root 3 അതിന്റെ റെസിപ്രോക്കൽ ആയി മാറും. 1/3. ഇനി tan inverse 1/3. tan pi/6 tan 30 degrees ആണ് 1/3. അതുകൊണ്ട് tan inverse 1/3 എന്ന് പറയുന്നത് എന്താണ്? 5/6. So this is 5/6. So that is the rule. Clear ആണ്? board clear ആണ്? Okay, now ഇനി കുറച്ച് കാര്യങ്ങളുള്ളത്, കുറച്ച് റിസൾട്ട്സ് ആണ്. ഫസ്റ്റ് റിസൾട്ട് ആണ് sin inverse x plus cos inverse x equal to π/2. ആ റിസൾട്ട് പറയുന്നത് ഇതാണ്. sin ഒരേ ഇൻപുട്ടിന്റെ, ഇത് രണ്ടും സെയിം ആണ്, ഒരേ ഇൻപുട്ടിന്റെ sin ഇൻവേഴ്സും cos ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്താൽ π/2 കിട്ടും. അതുപോലെ തന്നെ tan inverse x plus cot inverse x equal to π/2. മൂന്ന് sec inverse x plus cosec inverse x equal to π/2. റിസൾട്ട് ഓർക്കേണ്ടതാണ്. sin inverse cos inverse കൂടെ ആഡ് ചെയ്യുമ്പോൾ remember the input should be same. ഒരേ ഇൻപുട്ടിന്റെ sin inverse cos inverse കൂടെ ആഡ് ചെയ്യുമ്പോൾ π/2 കിട്ടും. tan inverse cot inverse കൂടെ ആഡ് ചെയ്യുമ്പോൾ π/2 കിട്ടും. sec inverse cosec inverse കൂടെ ആഡ് ചെയ്യുമ്പോൾ π/2 കിട്ടും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ sin inverse 1/2 plus cos inverse 1/2. ഇൻപുട്ട് സെയിം ആണ്. sin inverse plus cos inverse അത് π/2 ആയി. അടുത്ത say tan inverse 3 plus cot inverse 3 അത് തന്നെയായിരിക്കും. സെയിം ഇൻപുട്ട്, ഇവിടെ രണ്ട് ഇൻപുട്ടും 3 ആണ്. tan inverse plus cot inverse π/2. sec inverse root 3/2. Sorry, sec inverse 2/root 3 plus say minus 2/root 3 plus cosec inverse minus 2/root 3. That's also what 5/2. Same inputs, ഇവിടെ minus 2/root 3, ഇവിടെ minus 2/root 3. അങ്ങനെയാണെങ്കിൽ sec inverse plus cosec inverse, sec inverse and cosec inverse they add to 5/2 for the same input.
Tan inverse and cot inverse add to pi by 2 for the same input. Sin inverse and cos inverse add to pi by 2 for the same input. അപ്പോൾ ഇൻപുട്ട് സെയിം ആണെങ്കിൽ sin inverse plus cos inverse 1 by 2 ആയിരിക്കും. Tan inverse plus cot inverse അത് pi by 2 ആയിരിക്കും. ഇൻപുട്ട് സെയിം ആണെങ്കിൽ sin inverse plus cos inverse pi by 2, tan inverse plus cot inverse pi by 2, sec inverse plus cosec inverse അത് pi by 2 ആണ്. ഞാൻ അയച്ചിരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് before that, sorry. Now we are reading some other results. Results are first one. Tan inverse x plus tan inverse y equals to tan inverse x plus y by 1 minus x. ഈ റിസൾട്ട്സ് യൂസ് ചെയ്യുന്ന രണ്ട് tan ഇൻവേഴ്സിന്റെ സം അത് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ tan ഇൻവേഴ്സ് ആക്കുന്നതിനാണ് റിസൾട്ട് ചെയ്യുന്നത്. tan ഇൻവേഴ്സ് x plus tan ഇൻവേഴ്സ് y equal to tan ഇൻവേഴ്സ് x plus y by 1 minus xy. രണ്ടാമത്തെ റിസൾട്ട് ഇതാണ്. അത് മൈനസ് ആണ്. tan ഇൻവേഴ്സ് x minus tan ഇൻവേഴ്സ് y ആണ്. tan ഇൻവേഴ്സ് ഇത് തിരിച്ചു വരും x minus y by 1 plus x. Okay, so tan inverse x minus tan inverse y ആണെങ്കിൽ അത് tan inverse x minus y by 1 plus xy. Third one, 2 tan inverse x equal to tan inverse 2x divided by 1 minus x square. So ഇവിടെ 2 tan inverse x ആണെങ്കിൽ അത് ഒരു സിംഗിൾ tan inverse ആയിട്ട് മാറും. അപ്പോൾ ഈ x 2x ആവും. So tan inverse 2x by 1 minus x square. ഇതിന് വേറെ രണ്ട് റിസൾട്ടുകളുണ്ട്. ഇതിനെ നമുക്ക് sin inverse കൊണ്ട് മാറ്റാം. sin inverse 2x by 1 plus x square. And this is same as cos inverse 1 minus x square by 1 plus x square. Okay, അപ്പോൾ ഈ മൂന്ന് റിസൾട്ട്സും കൃത്യമായി അറിയാം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റിസൾട്ട്സ് ആണ് 1 ഉം 3 ഉം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യും. 2 ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഈ മൂന്ന് റിസൾട്ട്സ് കൃത്യമായി അറിയാം. അത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് റിസൾട്ട് ഇതാണ്. രണ്ട് tan ഇൻവേഴ്സിനെ ആഡ് ചെയ്യാം. tan ഇൻവേഴ്സ് x plus tan ഇൻവേഴ്സ് y അതിനൊരു സിംഗിൾ tan ഇൻവേഴ്സ് ആക്കാൻ tan ഇൻവേഴ്സ് x plus y by 1 minus xy. അല്ല ഡിഫറൻസ് ആണെങ്കിൽ tan ഇൻവേഴ്സ് x minus y by 1 plus xy. ഇനി 2 tan ഇൻവേഴ്സ് x ആണെങ്കിൽ 2 tan inverse x നെ ഒരു സിംഗിൾ tan inverse x tan inverse ആക്കാൻ 2 tan inverse x equal to tan inverse 2x by 1 minus x square. That is same as sin inverse 2x by 1 plus x square. That is same as cos inverse 1 minus x square by 1 plus x square. ഇതിനോട് ചേർന്ന് വേറെ രണ്ട് റിസൾട്ടുകളുണ്ട്. ഒന്നിതാണ് tan inverse 1 minus x by 1 plus x. ഇതെന്ന് പറയുന്നത് this is same as tan inverse 1 minus tan inverse x. tan inverse 1 pi by 4 ആണ്. So pi by 4 minus tan inverse x. നിങ്ങൾ ഈ ഫസ്റ്റ് ലൈൻ നോക്കാം. tan inverse 1 minus x by 1 plus x. That is same as tan inverse 1 minus tan inverse x. So that's the result. അത് അറിയണം. അത് ക്വസ്റ്റ്യൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ tan inverse 1 plus x by 1 minus x ആണെങ്കിൽ tan inverse 1 plus tan inverse x. ഇത് കിട്ടുന്നത് നമ്മൾ നേരത്തെ കണ്ട റൂട്ട്സ് വെച്ച് ഇതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിലോട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അറിയണം. tan inverse 1 minus x by 1 plus x എന്ന് പറഞ്ഞാൽ tan inverse 1 minus tan inverse x. tan inverse 1 plus x by 1 minus x എന്ന് പറഞ്ഞാൽ tan inverse 1 plus tan inverse x. ഇത് pi by 4 ആണ്. So pi by 4 plus tan inverse x. അപ്പോൾ ഇതെല്ലാം ആ നോട്ട്സിലുണ്ട്. അത് കൃത്യമായി അറിയണം. ഇനി നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം സ്വിച്ചിങ് ബിറ്റ്വീൻ inverse trig functions.
switching between inverse type functions, meaning sin inverse function നിങ്ങൾക്ക് ഏത് inverse ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ sin inverse cos inverse ആക്കാം, tan inverse ആക്കാം, sec inverse, cosec inverse ഏതിലോട്ട് വേണമെങ്കിലും ചെയ്യാം. അതാണ് switching between inverse trigonometric functions. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ കാര്യം പറയണം, Pythagorean triples. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് Pythagorean triples. Pythagorean triples means sides of a right angle in a triangle. അതിൽ നാലെണ്ണമാണ് യൂഷ്വലി വരുന്നത്. 1, 3, 4, 5. 3 square plus 4 square equal to 5 square. The largest number will be always the hypotenuse, 3, 4, 5. രണ്ടാമത്തെ 5, 12, 30. മൂന്നാമത്തെ 7, 24, 25. Fourth one 8, 15 and 17. These are the four triples usually comes. These are the sides of a right angle triangle. 3, 4, 5. Always the longest one is the hypotenuse. 3, 4 അതെങ്ങനെയാണ് നമ്മൾ വേണമെങ്കിൽ ഇത് 3 ഇത് 4 ആകാം, അല്ലെങ്കിൽ ഇത് 3 ഇത് 4 ആകാം. Here also the next one is this is 13, this is 12, this is 5. Third one 7, 24, 25. This is 25, this is 7, this is 24. Okay, and this one 8, 15 and 17. Okay, ഇതറിയാൻ ഈ ട്രിപ്പിൾസ് ഓർത്തിരിക്കാമെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, യു ഹാവ് ടു യൂസ് Pythagoras theorem. That's it. ഇത് വേണ്ടത് ചിലപ്പോൾ ഇതിന്റെ രണ്ട് സൈഡ്സ് മൂന്നാമത്തെ സൈഡിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് 17 ഇത് 15 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിപ്പിൾ അറിയാമെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ സൈഡ് 8 എന്ന് എഴുതാം. ഓക്കെ, മൂന്നാമത്തെ സൈഡ് 8 എന്ന് എഴുതാം. ആ ട്രിപ്പിൾസ് അറിയില്ല, സപ്പോസ് ഇത് ഓർക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് വാട്ട് 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ Pythagoras theorem, അത് 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പിൾസിന്റെ വാല്യൂസ് വന്നാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. അല്ല ഇതുപോലെയാണ് വരുന്നത്. സപ്പോസ് ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 1, സോ ദാറ്റ് ഈസ് നോട്ട് എ ട്രിപ്പിൾ. ആ കേസിൽ ഇത് കണ്ടുപിടിക്കുന്നത് റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 4 മൈനസ് 1, ദാറ്റ് ഈസ് റൂട്ട് 3. സോ ദാറ്റ് സൈഡ് ഈസ് റൂട്ട് 3. ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് sin inverse say 3/5. ഇതിനെ എനിക്ക് cos inverse ആയിട്ട് മാറ്റാം, tan inverse ആയിട്ട് മാറ്റാം, sec inverse ഏത് ഇൻവേഴ്സ് ഫംഗ്ഷനിലോട്ട് മാറ്റാം. അതിന്റെ റൂളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യേണ്ടതാണ് ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഈ റൈറ്റ് സൈഡിലുള്ള ഈ ആംഗിൾ നമ്മൾ തീറ്റ. The sin inverse 3/5 theta ആണെങ്കിൽ, suppose ഇത് theta ആണെങ്കിൽ, what is sin theta? Sin theta will be 3/5. നിങ്ങൾക്കറിയാം sin theta എന്ന് പറഞ്ഞാൽ opposite by hypotenuse. അതാണ് sin theta. ഒരു റൈറ്റ് ട്രയാങ്കിൾ sin theta എന്ന് പറഞ്ഞാൽ opposite by hypotenuse ആണ്. അപ്പോൾ sin inverse 3/5 theta ആണെങ്കിൽ sin theta 3/5 ആണ്, opposite by hypotenuse. അതാണ് ഈ ട്രയാങ്കിൾ മാർക്ക്. Opposite 3, hypotenuse is 5, 3/5. Okay, so what is the third side? അവിടെയാണ് ആ ട്രിപ്പിളിന്റെ ആവശ്യം വരുന്നത്. We know 3, 4, 5. Immediately we can write as 5. So what is cos theta? Cos theta is adjacent by hypotenuse, that is 4/5. So what is theta? Cos theta is 4/5. So theta ഈ cos നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. So theta is what? Cos inverse 4/5. അപ്പോൾ ഈ തീറ്റയ്ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ഈ തീറ്റയ്ക്ക് പകരം cos inverse 4/5 എഴുതാം. അപ്പോൾ sin inverse 3/5 is same as cos inverse 4/5. അല്ല, what is tan theta? Tan theta, you know, opposite by adjacent 3/4. So what is theta? Tan inverse 3/4. So tan inverse 3/4. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് tan inverse 3/4 ആണ്. So ഇതിനെ എനിക്ക് tan inverse 3/4 എന്ന് എഴുതാം.
പക്ഷെ അവരിത്രയും മറന്നു വരുന്നില്ല, നമ്മളിവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5ന്റെ വേറൊരു ഇൻവേഴ്സ് ഫംഗ്ഷനിലോട്ട് മാറ്റണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വി ഡ്രോ ദ ട്രയാങ്കിൾ. ലിസൺ, ഇത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതുപോലെ വരയ്ക്കുക, ഇവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്യുക, ഇത് ഓപ്പോസിറ്റ്, ഇത് ഹൈപ്പോട്ടനസ്. സോ 3/5. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചാൽ ദിസ് ഈസ് 4. ഓക്കേ, അപ്പോൾ sin inverse 3/5 is same as cos inverse. Cos inverse equal adjacent by hypotenuse. So 4/5. അല്ല tan inverse ലോട്ട് മാറ്റുമെങ്കിൽ opposite by adjacent. എന്താണ് 3/5. ഇനി നമുക്ക് ബാക്കിയുള്ളവരോട് മാറ്റാം. This is same as cot inverse. അതിനെ റെസിപ്രോക്കൽ യൂസ് ചെയ്യണം. ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. So this is same as cot inverse 4/3. That is same as sec inverse. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് 5/4. That is same as cosec inverse. അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്താണ് 5/3. So this is how we switch one inverse trigonometric function to any other trigonometric function. Sin inverse 3/5. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറയാം. ആ പ്രൊസീജിയർ ഇതാണ്. Sin inverse 3/5 അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ sin inverse 12/30. What is the triangle right now? Okay, opposite by hypotenuse. ഇതാണ് നമ്മൾ ചെയ്തത്. ഇതാണ് അല്ല കൺവീനിയൻസ്. Opposite and hypotenuse. So this will be 5. പൈതഗോറസ് ട്രിപ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു, അത് ഓർമ്മയില്ലെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് സൈഡ് എടുക്കണം. അപ്പോൾ this is same as cos inverse. അപ്പോൾ ഈ cos inverse ലോട്ടാണ് മാറ്റണമെങ്കിൽ adjacent by hypotenuse 5/30. അല്ല tan inverse ലോട്ടാണ് മാറ്റണമെങ്കിൽ opposite by adjacent 12/5. ഇനി ബാക്കി sec inverse ലോട്ടാണ് മാറ്റണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ that is 13/5. അല്ല cot inverse ലോട്ടാണ് മാറ്റണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ that is 5/4. അല്ല cosec inverse ലോട്ടാണ് മാറ്റണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ that is 13/12. So this is how we switch one trigonometric ratio to another trigonometric ratio. That is very important. അത് പല കേസുകളിൽ നമുക്ക് ഇത് വേണം. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. For sin inverse 2/3. അല്ലെങ്കിൽ വേണ്ട sin inverse അവിടെ എല്ലാം sin inverse ഇല്ല. Say cos inverse 2/3. Cos inverse 2/3. അപ്പോൾ ഇതിനെ സ്വിച്ച് ചെയ്യാൻ ഉടൻ തന്നെ ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ആംഗിൾ തീറ്റ. cos എന്ന് പറഞ്ഞാൽ adjacent by hypotenuse ആണ്. So this is the adjacent, this is the hypotenuse. Listen, ഇത് പൈതഗോറിയൻ ട്രിപ്പിളിലുള്ള രണ്ട് നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ തേർഡ് സൈഡ് കണ്ടുപിടിക്കുന്ന പൈതഗോറസ് തിയറം √3² - 2². That is √9 - 4. That is √5. So the side is what? So we find that side √5. ഇനി ഞാൻ ഇതിന്റെ sin inverse ലോട്ട് മാറ്റുന്നു. sin inverse ആണെങ്കിൽ opposite by hypotenuse. So √5/3. അല്ല tan inverse ലോട്ട് മാറ്റുന്നു. tan inverse opposite by adjacent √5/2. പിന്നെ അതിന്റെ ഇൻവേഴ്സ് ഫങ്ഷൻസ്. cosec inverse ലോട്ടാണ് മാറ്റുന്നതെങ്കിൽ cosec inverse ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ sin inverse ന്റെ ഇതിന്റെ റെസിപ്രോക്കൽ that is 3/√5. അല്ല sec inverse ലോട്ടാണ് മാറ്റുന്നത്. sec inverse ഇതിന്റെ റെസിപ്രോക്കൽ sec inverse 3/2. അല്ല cot inverse tan inverse ലോട്ടാണ് മാറ്റുന്നത്. cot inverse ലോട്ടാണ് മാറ്റുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ 2/5. So this is how we switch between inverse trigonometric functions. ഈ ചാപ്റ്ററിലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. F tan inverse x plus tan inverse y equal to 5/4. The value of x plus y plus xy equals what? Here the question our sheet on the
എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഗിവൺ കാര്യം പറയുന്നത് tan inverse x plus tan inverse y equal to what? 5/. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഉള്ള റൂൾ അനുസരിച്ച് ഈ രണ്ട് tan inverse-നെ ഒരു tan inverse ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ റിസൾട്ട് എഴുതുന്നുണ്ട്. tan inverse x plus tan inverse y ഇതിനെ എനിക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. tan inverse x plus y by 1 minus xy equal to what? 5/4. അപ്പോൾ ഇവിടെ ചെയ്തത് ആ രണ്ട് tan inverse-നെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ tan inverse ആക്കി അതിന് ആ നേരത്തെയുള്ള ഫോർമുല യൂസ് ചെയ്യും. tan inverse x plus tan inverse y, that is tan inverse x plus y by 1 minus xy. That's left side, right side is 5/4. ഇന്ന് നമ്മൾ ചെയ്തത് ഈ tan inverse-നെ നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോകും. tan inverse-നെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് tan ആയിട്ടാണ്. അപ്പോൾ tan inverse x plus y by 1 minus xy 5/4 ആയതുകൊണ്ട് x plus y by 1 minus xy എന്ന് പറയുന്നത് അത് tan 5/4. So x plus y by 1 minus tan inverse is taken to the right side. അപ്പോൾ അത് tan ആയിരിക്കും. അല്ല tan ആണ് റൈറ്റ് സൈഡിലോട്ട് വരുന്നത് tan inverse ആണ്. tan inverse നമ്മൾ tan ആയിരിക്കും. So x plus y by 1 minus xy. Tan 5/4 is 1. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ tan inverse ആക്കി. എന്നിട്ട് ഈ tan inverse-നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ആ tan inverse tan ആണ്. So x plus y by 1 minus xy, that is left in the left side. Right side is tan 5/4 ആണ്. Tan 5/4 1 ആണ്. So x plus y by 1 minus xy equal to 1. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus y equal to 1 minus xy. നമുക്ക് വേണ്ടത് ഈ വാല്യൂ ആണ് x plus y plus xy equal to 1. അതിന് ഈ minus xy ലെഫ്റ്റിലോട്ട് കൊണ്ടുവരും. So x plus y plus xy equal to 1. So that is the answer. So the value of x plus y plus xy is 1. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു prove that if tan inverse x plus tan inverse y equals 5/4 then prove that x plus y plus xy equals 1. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. So this is a question. ഇതെല്ലാം ആ വർക്ക്ഷീറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So another question. ആ വർക്ക്ഷീറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് if tan inverse x plus tan inverse y plus tan inverse z equal to 5/2. Prove that or find the value of xy plus yz plus zx, where the value of that xy plus yz plus zx equals to. ഇവിടെ നമുക്ക് ഇവിടെ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 3 tan inverse ഉണ്ട്. നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന 2 tan inverse-നെയാണ്. So we shift the third tan inverse to the right side. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. So tan inverse x plus tan inverse y equals 5/2 minus tan inverse z. Okay? So the third tan inverse is shifted to the right side. അപ്പോൾ ഈ plus tan inverse becomes minus tan inverse. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് എഴുതിയിട്ടുണ്ട്. tan inverse x plus cot inverse x equal to 5/2. Tan inverse x plus cot inverse x equals 5/2. When you shift this tan inverse to the other side, what do you get? So cot inverse x equal to 5/2 minus tan inverse x, or 5/2 minus tan inverse x എന്ന് പറയുന്നത് cot inverse x ആയിരിക്കും. അതുകൊണ്ട് ഈ 5/2 minus tan inverse z, ഇവിടെ x ന് പകരം z ആണ്. അപ്പോൾ അത് എന്തായി മാറും? So tan inverse x plus tan inverse y, that's left side, not change, so far not change. ഈ 5/2 minus tan inverse z എന്നുള്ളത് എന്തായി മാറും? അത് cot inverse z ആയി മാറും. See, this is the result. നമ്മൾ നേരത്തെ കണ്ട റിസൾട്ട് ആണ്.
tan inverse x plus cot inverse x pi by 2. അപ്പോൾ cot inverse ഇതിനെ റൈറ്റിലോട്ട് പോകുമ്പോൾ cot inverse x equal to pi by 2 minus tan inverse. അപ്പോൾ pi by 2 minus tan inverse z ആണെങ്കിൽ ഇത് cot inverse z ആയിരിക്കും. ഈ റിസൾട്ട് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡ് തൽക്കാലം ഒന്ന് ചെയ്യും. ഇനി വേറെ റിസൾട്ട് ഉള്ളതാണ് cot inverse x എന്ന് പറഞ്ഞാൽ tan inverse 1 by x ആണ്. ആ റിസൾട്ട് വെച്ചാൽ ഈ റൈറ്റ് സൈഡിനെ എനിക്ക് റൈറ്റ് സൈഡിനെ tan inverse 1 by z എന്ന് cot inverse z നെ tan inverse 1 by z അതേ റിസൾട്ട് വെച്ചാൽ അത് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത റൂൾ യൂസ് ചെയ്തു. ഇതിനെ കമ്പൈൻ ചെയ്തു. എന്താണ്? ദിസ് ഈസ് tan inverse x plus y by 1 minus xy. So ഇത് രണ്ടും കമ്പൈൻ ചെയ്തു. ഒറ്റ tan inverse ആയിട്ട് കമ്പൈൻ ചെയ്തു. So tan inverse x plus y by 1 minus xy equals ഈ cot inverse is a tan. ഇപ്പോൾ tan inverse of something equal to tan inverse of something else. അങ്ങനെയാണെങ്കിൽ രണ്ടും tan inverse ആണ്. So you can remove the tan inverse. So what you get? X plus y by 1 minus xy equals what? 1 by z. ഇവിടെ നമ്മൾ ചെയ്ത ഈ രണ്ട് സൈഡ് രണ്ടും tan inverse ആണ്. So we remove tan inverse. So x plus y by 1 minus xy equal to 1 by z. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus y into z equal to 1 into 1 minus xy. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. So xz plus yz equal to 1 is something same thing only 1 minus xy. ഇത് ഈ മൈനസ് എക്സ് വൈ ഇത് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് വേണ്ട അതാണ്. ഈ മൈനസ് എക്സ് വൈ ലെഫ്റ്റ് വരുമ്പോൾ അത് പ്ലസ് എക്സ് വൈ ആവും. സോ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ഈക്വൽ വാട്ട് 1. സോ അതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് അല്ലെങ്കിൽ സെഡ് എക്സ്. സോ ദ ആൻസർ ഫോർ ദാറ്റ് ഈസ്